വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ഗയ്സ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അർജന്റീനയുടെ കളി കാണാൻ പോവാണ് ഗയ്സ്. 9:30ക്കാണ് കളി. ഇപ്പോ 9:21. അതുകൊണ്ട് ഞങ്ങൾ കത്തിച്ച് വിട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അർജന്റീന ഫാൻസ് വളരെ കോൺഫിഡന്റ് ആണ് ഗയ്സ്. ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഗൈസ്, ഇന്ന് ഞാനും ജുൻകായും ഒരു ഡേറ്റിന് പോകട്ടോ. ഒരു ലോങ് ഡ്രൈവ് പോവാണ്. പുറത്ത് നല്ല മഴക്കാറാണ്. മഴക്കാറ് കണ്ടോ ഞങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും വയനാട് ചുരം പോകും. ജുൻക പെട്ടെന്ന് വിളിച്ചിട്ട് റെഡി ആവാൻ പറഞ്ഞാണ് ഗൈസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവും. ഇതിടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഗൈസ്. ഇത് നല്ല ലൂസാണ്, ഇത് നല്ല ലൂസാണ്. രണ്ടും കണക്കണ്ട, ഏതെങ്കിലും ഒന്നിടാം. അങ്ങനെ ഞാൻ ഈ വൈറ്റ് ഷർട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചു. കാരണം ലോങ് ഒക്കെ പോകാനുള്ളതല്ല. അപ്പൊ ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഗൈസ്. കുറെ കാലത്തിന് ഈ ഒരു ഡേറ്റിനൊക്കെ പോവല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് സ്മെല്ലൊക്കെ വേണ്ടേ. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ ഫേവറേറ്റ് കാർമേസിയുടെ നാച്ചുറൽ ഡിയോഡറന്റ് റോൾ ഓൺ ആണ്. ഡേറ്റ് ആയാലും നോർമൽ ഡേ ആയാലും ഞാൻ ഇത് മിസ് ചെയ്ത് അപ്ലൈ ചെയ്യൂട്ടോ. കാരണം 100% ആൽക്കഹോൾ ഫ്രീ ആണ്, അലുമിനിയം ഫ്രീ ആണ്, 95% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് സേഫും ആണ്. ഈ റോൾ ഓൺ 3 റിഫ്രഷിംഗ് ഫ്രേഗ്രൻസിൽ അവൈലബിൾ ആണ്. സ്വീറ്റ് സമ്മർ, ഫ്ലോറൽ സൺസെറ്റ്, ഫ്രഷ് ബ്ലോസം. ഇതിൽ എന്റെ ഫേവറേറ്റ് ഫ്ലോറൽ സൺസെറ്റ് ആണ് കേട്ടോ. ഒരു സോഫ്റ്റ്, ഫ്രഷ്, ഫെമിനിൻ, റൊമാൻറ്റിക് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിന്. പിന്നെ സ്വീറ്റ് സമ്മർ ഒരു കോക്കനട്ട്, വാനില, ക്രീമി അങ്ങനെ ഒരു സ്മെല്ലാണ്. ഫ്രഷ് ബ്ലോസം ഒരു ഫ്ലോറൽ, സിട്രസി അങ്ങനെ ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. മൂന്നും അടിപൊളി സ്മെല്ലാണ്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഫ്ലോറൽ സൺസെറ്റ് ആണ്. നമ്മുടെ ബാഡ് ആയിട്ടുള്ള ബോഡി ഓർഡർ മാറ്റി നല്ല റിഫ്രഷിംഗ് സ്മെൽ ഓർഡർ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. പോണ വഴിക്ക് നല്ല ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾ എന്തായാലും കല്യാണത്തിന്റെ പ്രിപ്പറേഷനിലേക്ക്. ഹേ ഗൈസ്, ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടൊരു വാട്ടൈ ഈറ്റിന്റെ ഡേ കണ്ടാലോ. രാവിലെ ഞാൻ കഴിച്ചത് നല്ല കട്ടൻ ചായയും നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ടും കടലക്കറിയും. അപ്പൊ രാവിലെ തന്നെ അത് കഴിച്ചു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയാവാൻ ഇനി ഒരുപാട് സമയം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് ഒരു ഫുള്ളൊന്നും കഴിച്ചില്ല, പകുതിയെ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറും ചമ്മന്തിയും പച്ചക്കറിയും ബുൾസയും ആയിരുന്നു കേട്ടോ കഴിച്ചത്. ചമ്മന്തി കൂട്ടി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തു പോകണം. എനിക്കും ഉമ്മക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. എന്നെ ചുറ്റും ചേരിയെ കാണാക്കാറ്റായി മറയാതെ കൂടെ കൂടി തുടിച്ചും പാടി പാടി പറഞ്ഞും നീറും മൗനം പകരാതെ ഇന്നത്തെ ഔട്ടിങ് ഒന്ന് ഫൺ ആവാൻ വേണ്ടി ഞങ്ങൾ വിചാരിച്ചു ഒരു ഔട്ട്ഫിറ്റ് സ്വാപ്പിംഗ് ചാലഞ്ച് ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞില്ലേ ജ്യൂസി കെമിസ്ട്രിന്റെ അണ്ടർവെയർ റിപ്പയർ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട്
അങ്ങനെ നമ്മൾ റെസ്റ്റോറൻ്റ് ഒക്കെ ക്ലോസ് ചെയ്ത് നട്ടപ്പാതിരിക്ക് ഞങ്ങൾ രണ്ടമ്മമാരെയും കൂടെ കൂട്ടിയിട്ട് ഔട്ടിങ്ങിന് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇന്ന് കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇത് ഭയങ്കരമായിട്ട് ഇതിൽ പോകുമ്പോൾ യൂസ് ചെയ്ത് റിനോവേഷൻ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതൊരു ഓഫീസ് റൂം ആക്കി മാറ്റാനാണ്. ചെറിയ സ്പേസ് ആണെങ്കിലും പണി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫർണിച്ചർ നോക്കാൻ പോലും സിസ്റ്റം പർച്ചേസും അതൊന്നും പോരാതെ ഈ ചൂടത്ത് ഇവിടത്തെ പൊടിയും എല്ലാം കൂടിയായിട്ട് സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. സാധാരണ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഹലോ ഗൈസ്, ഇന്ന് മൊത്തത്തിൽ ഒരു സ്ലോ ഡേ ആയിരുന്നു. നോക്ക്, ഈ ഫോട്ടോ എങ്ങനെയുണ്ട്? ഈ ഫോട്ടോ നല്ലതാണ്, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ കുറച്ച് ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നോട് ഇത് രസമുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയാം. ഓക്കെ, പോസ്റ്റ് ചെയ്തോളൂ. എന്നോട് കളി. ഓഹോ, സ്മൈൽസ്, ഷോപ്പിംഗ് ആൻഡ് ഹാപ്പി മൊമെന്റ്സ്. ഞാൻ വേണ്ട, കുഴപ്പമില്ല. അമ്മ ചായക്ക് സ്നാക്സ് ഓർഡർ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു? അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത്. കറക്കൊക്കെ കഴിഞ്ഞ് വന്നാ വന്നു. നിങ്ങളിന്ന് പെർഫ്യൂം ഒക്കെ അടിച്ചിരിക്കുന്നേ? ഞാനിപ്പോ ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. ആകെ ടാൻ അടിച്ചിട്ടുണ്ടല്ലോ. ഇജ്ജ് എവിടെയാ പോയത്? ഞാനൊന്ന് നല്ലോണം കറങ്ങി അമ്മ. കെമിസ്ട്രി പ്ലാന്റ് ഈ ബോഡി വാഷ് യൂസ് ചെയ്തൊന്ന് ഫ്രഷ് ആയി വാ. ഓ, അപ്പൊ ഇതാണ് നിങ്ങളെ സീക്രട്ട്. അപ്പൊ ഗൈസ്, കെമിസ്ട്രി പ്ലാന്റ് ഈ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ഒരു സയൻസ് ബാക്ക്ഡ് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി. ഗൈസ്, ഇന്ന് നമുക്ക് സ്റ്റുഡിയോ. ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ തിരക്ക് പിടിച്ച് റെഡി ആവുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഫസ്റ്റ് ടൈം ഒരു കൺസേർട്ട് കാണാൻ പോവാണ്. സ്റ്റുഡിയോയിലോട്ട് കന്നഡി സുന്ദരമേ